അപ്പോൾ ഗ്രാഫിക്സ് കാർഡൊക്കെ മേടിക്കാനുള്ളവരൊക്കെ ഇപ്പോൾ തന്നെ പോയി മേടിക്കും. നല്ല വിലയൊക്കെ നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. RTX 2060 3060 1660 സൂപ്പറിൻ്റെയൊക്കെ വിലകളൊക്കെ നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. മേടിക്കാനുള്ളവരൊക്കെ പോയി മേടിച്ചോ, നല്ലൊരു സമയമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് 50,000 രൂപയ്ക്ക് ഒരു ഫുൾ PC സെറ്റപ്പാണ്. 50,000 രൂപയ്ക്ക് നമ്മൾ ഫുൾ PC സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ ഇൻ്റൽ വേണോ AMD വേണോ എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ ഇൻ്റലും പറയും, അതുപോലെ തന്നെ AMDയും പറയും. അപ്പോൾ ഇതിൽ ഏതാണ് നല്ലതെന്നുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മൊത്തത്തിൽ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആദ്യം നമുക്ക് ഇൻ്റൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു PC ഫുൾ PC സെറ്റപ്പ് നോക്കാം. ഇൻ്റൽ നോക്കുമ്പോഴെന്ന് പറയുമ്പം ഇൻ്റലിലെ i3 12100F എന്ന് പറയുന്ന ഒരു പ്രൊസസ്സർ എടുക്കാം. അപ്പോൾ കുറേ എണ്ണം ഉണ്ടേ, എന്തിനാണെന്ന് അറിയാൻ വയ്യ. ഈ i3 ഭയങ്കര പുച്ഛമാണ്. 12th ജനറേഷൻ വളരെ വളരെ മെച്ചപ്പെട്ടൊരു പ്രൊസസ്സറാണ്. ഇൻ്റലിലെ i5ഉം 10th ഒക്കെ ആയിട്ട് വെച്ച് നോക്കുമ്പോൾ i3 12th ജനറേഷൻ വളരെ മെച്ചപ്പെട്ട ഒരു പ്രൊസസ്സറാണ്. ഗെയിമിങ്ങിന് i5 11th-നെയും 10th-നേക്കാൾ ഒരുപാട് മുകളിലാണ്. എന്തിനാണെന്ന് അറിയാൻ വയ്യ. കുറേ പേരൊക്കെ ഭയങ്കര പുച്ഛമാണ് i3 എന്ന് പറയുമ്പോഴത്തേക്ക്. അത് പണ്ട് പോലെ ഉള്ള ഒരു പ്രശ്നമാണ്. ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊരു കാര്യമൊന്നുമില്ല. ഇതിനകത്ത് നമുക്ക് സ്ട്രീം ചെയ്യാൻ ഈ ഒരു i3 നല്ല പ്രൊസസ്സറാണ്. ഇതിനകത്ത് 4 കോറും 8 ത്രെഡും വരുന്നുണ്ട്. ഇതിൻ്റെ ബേസ് ഫ്രീക്വൻസി നോക്കുകയാണെങ്കിൽ 3.30 GHz ടെർബോ വരുന്നത് 4.30 GHz ആണ്. ഇതിനകത്ത് ഇൻബിൽഡ് ഗ്രാഫിക്സ് വരുന്നില്ല. ഗ്രാഫിക്സ് വരുന്ന പ്രൊസസ്സർ കുറച്ചുകൂടെയൊക്കെ അത് വില കൂടുതലാണ്. അപ്പം നമ്മൾ ഈ 50,000 രൂപയുടെ അതിനകത്ത് ഒതുങ്ങൂല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗ്രാഫിക്സ് ഉള്ള 12100 എന്ന് പറയുന്ന പ്രൊസസ്സർ എടുത്താലും കുഴപ്പമില്ല, കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ അടുത്ത് ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്ന മദർ ബോർഡ് എന്ന് പറയുന്നത് H610 മദർ ബോർഡാണ്. ഇതിനകത്ത് 2 RAM സ്ലോട്ട് വരുന്നുണ്ട്, M.2 NVMe സ്ലോട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് H610 മദർ ബോർഡ് വേണോ ഉപയോഗിക്കാം. കുറച്ച് വില കുറഞ്ഞ ഒരു മദർ ബോർഡ് എടുക്കണമെന്നേ ഉള്ളൂ. അടുത്തതിനകത്ത് നമ്മൾ റാം നോക്കുകയാണെങ്കിൽ ഒരു 8 GB 3200 MHz റാം ഇടും. ഹീറ്റ് സിങ്ക് വരുന്ന നല്ലൊരു റാം 7 പൊതുവേ എല്ലാ വീഡിയോയിലും പറയുന്നത്. അപ്പോൾ 7 തന്നെ, അല്ലെങ്കിൽ കോർസെയർ വെഞ്ചൻസിൻ്റെ LPX എന്ന് പറയുന്ന ഒരു 8 GB 3200 MHz റാം എടുക്കാം. അടുത്ത സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ 50,000 രൂപയ്ക്ക് ഒരുപാട് സ്റ്റോറേജും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് കിങ്സ്റ്റണിൻ്റെ NV1 എന്ന് പറയുന്ന ഒരു 500 GB M.2 NVMe. ഇതിൻ്റെ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് വരുന്നത് 2100 1700 MB ആണ്. അപ്പോൾ നമുക്ക് 500 ധാരാളമാണ്. അത്യാവശ്യം ചെറിയ എഡിറ്റിങ്ങും ഗെയിമിങ്ങും GTA 5 ഒക്കെ അതിനകത്ത് കൊള്ളും. വാലറണ്ടും ഇത് രണ്ടും ഇതിനകത്ത് ഒക്കെ ചെയ്യാം. അതിനുള്ള സ്ഥലമൊക്കെ എന്തായാലും കിട്ടും. അങ്ങനെ വിഷമിക്കുന്ന കാര്യമൊന്നുമില്ല. അടുത്ത പവർ സപ്ലൈ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ 550 വാട്ടിൻ്റെ ഒരു 80+ പ്രോൺസ് പവർ സപ്ലൈ ധാരാളമാണ്. പിന്നെ ക്യാബിനറ്റ് ആൻറ്റി സ്പോർട്സിൻ്റെ ഐസ് 130 AG എന്ന് പറയുന്ന ക്യാബിനറ്റ് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെബ്രോണിക്സിൻ്റെ ഓഡിൻ എന്ന് പറഞ്ഞൊരു ക്യാബിനറ്റ് എടുക്കാം. ഇത് 2-3 ഓപ്ഷൻസ് ഇവിടെ ഇട്ടിട്ട്. ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുമ്പോൾ ഗ്രാഫിക്സ് കാർഡിൻ്റെ വിലകളൊക്കെ കുറഞ്ഞെന്ന് പറഞ്ഞാലും ആ ഒരു കുറഞ്ഞ ബഡ്ജറ്റ് വരുന്ന ഗ്രാഫിക്സ് കാർഡിൻ്റെയൊക്കെ വിലകളൊന്നും ഇപ്പോഴും അത്രയൊന്നും കുറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൽ എനിക്ക് അത്ര വലിയ തൃപ്തിയൊന്നുമില്ല. എന്നാലും ഒരു GTX 1050 Ti എടുക്കാം. പുതിയ ഗ്രാഫിക്സ് കാർഡ് ഒരു 15,000 രൂപയ്ക്കൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ വില കുറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് സ്ട്രീം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻകോഡർ എന്ന് പറയുന്നത് എൻകോഡർ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഗ്രാഫിക്സ് കാർഡിൻ്റെ എൻകോഡർ വെച്ച് നമുക്ക് സ്ട്രീം ചെയ്യാം, ഗെയിമും കളിക്കാം, GTA 5 കളിക്കാം, സ്ട്രീം ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടെ ഗെയിമിങ് മാത്രം ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഒരു RX 6400 എന്ന് പറയുന്ന ഗ്രാഫിക്സ് കാർഡ് എടുക്കാം. ഈ ഒരു 1050 Ti-നൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെയൊക്കെ നല്ല ഗ്രാഫിക്സ് കാർഡാണ്. പക്ഷേ എൻകോഡർ വരുന്നില്ല. അപ്പോൾ സ്ട്രീം ചെയ്യാൻ എന്തൊരു ചെയ്യും എന്ന് എല്ലാവരും ഇങ്ങനെ ആലോചിക്കുക. അപ്പോൾ സ്ട്രീം ചെയ്യാൻ വലിയ കുഴപ്പമൊന്നുമില്ല. അതായത് ആ ഒരു പ്രൊസസ്സർ വെച്ച് നമുക്ക് അങ്ങ് സ്ട്രീം ചെയ്യാം, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ സ്ട്രീം ചെയ്യാം, നല്ലൊരു ബിൽഡാണ്. ഇതാണ് ഇൻ്റലിൻ്റെ ഇതിൽ വരുന്നത്. അടുത്ത AMDയുടെ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ AMDക്കകത്ത് നമുക്ക് AMD Ryzen 5 5000 സീരീസിൽ വരുന്ന 5600G എന്ന് പറയുന്ന ഒരു 6 കോർ 12 ത്രെഡ് പ്രൊസസ്സർ ഉണ്ട്. അതെടുക്കാവുന്നതാണ്. നല്ല പ്രൊസസ്സറാണ്. ഈ i3യേക്കാളും കുറച്ചുകൂടെയൊക്കെ മുമ്പിലാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു പ്രൊസസ്സറിൻ്റെ ബേസ് ഫ്രീക്വൻസി വരുന്നത് 3.90 GHz ടെർബോ വരുന്നത് 4.40 GHz ആണ്. അപ്പോൾ അത്യാവശ്യം മൾട്ടി ടാസ്ക് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു APU ആണ്. നല്ല പെർഫോമൻസ് ഒക്കെ തരും. ഗെയിമിങ് ചെയ്യണമെങ്കിൽ ഗെയിം ചെയ്യാം, GTA 5 കളിക്കാം, വാലറന്റ് ഒക്കെ അത്യാവശ്യം നല്ല FPS ഒക്കെ കിട്ടും. അടുത്ത മദർ ബോർഡ് ഇതിനകത്ത് നോക്കുന്നതെന്ന് പറയുന്നത് ഒരു B550യുടെ MSI Pro VDH മദർ ബോർഡാണ്. അത്യാവശ്യം നല്ല 4 RAM സ്ലോട്ടുണ്ട്, M.2 NVMe സ്ലോട്ടൊക്കെ വരുന്നുണ്ട്. വൈഫൈ ഒന്നും വരുന്നില്ല. വൈഫൈ കാർഡോ ഡോങ്കിളൊക്കെ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല VRAM ഉള്ള ഒരു മദർ ബോർഡാണ്. MSIയുടെ മിക്ക കുറഞ്ഞ മദർ ബോർഡൊക്കെ നല്ല കുഴപ്പമില്ലാതെ നമുക്ക് അത്യാവശ്യം നല്ല പ്രൊസസ്സറൊക്കെ ഇടാം, ഹൈ എൻഡ് പ്രൊസസ്സറൊക്കെ ഇടാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് മദർ ബോർഡിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനകത്ത് 8 GB RAM പോരാ, 8 GB RAM ഇടാം. മൊത്തം 16 GB 3200 MHz RAM ഇട്ടാലേ നമുക്ക് ഇതിനകത്ത് പറ്റത്തുള്ളൂ. കാര്യം നമ്മൾ ഇതിനകത്ത് ഗ്രാഫിക്സ് കാർഡ് ഇടുന്നില്ല. അപ്പോൾ ഈ ഒരു APUയുടെ മൊത്തത്തിലുള്ള ഒരു പെർഫോമൻസ് ഇനി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 8 GB 2 ഇട്ടേ പറ്റത്തുള്ളൂ. മൊത്തം 16 ഉണ്ടെങ്കിലേ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നേരത്തെ പറഞ്ഞ ഇൻ്റൽ ബിൽഡിൻ്റെ കണക്കല്ല. ഇതിനകത്ത് നമുക്ക് സ്റ്റോറേജ് ഒക്കെ നല്ല പോളക്കൻ സ്റ്റോറേജ് ഒക്കെ ഇടാം. 250 GB NVMeയും പിന്നെ ഒരു 1 TB ഹാർഡ് സ്കൂൾ ഇടാം. 550 വാട്ടിൻ്റെ ഒരു പവർ സപ്ലൈ എടുക്കാം. അടുത്തതിനകത്ത് ക്യാബിനറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഇഷ്ടം അനുസരിച്ച് ആൻഡക്കിൻ്റെ NX ഈ ഒരു ക്യാബിനറ്റ് എടുക്കാം. 290 എന്ന് പറയുന്ന ഒരു ക്യാബിനറ്റ്. ഇതിനകത്ത് 3 ഫാൻസ് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. ഒരു 3000 3200 ആ ഒരു അല്ലെങ്കിൽ 2900 ആ ഒരു റേഞ്ചിലൊക്കെ വരുന്ന ഒരു നല്ല ക്യാബിനറ്റ് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ഇടും. ഒരു ഫുൾ PC സെറ്റപ്പ് എന്ന് പറയുമ്പോൾ മോണിറ്ററും കീബോർഡും ഒക്കെ വേണ്ടേ. നിങ്ങൾക്ക് ഒരു 24 ഇഞ്ചിൻ്റെ മോണിറ്ററൊക്കെയാണ് കുറഞ്ഞതൊക്കെ വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ 24 ഇഞ്ചിൻ്റെ
മോണിറ്റർ എന്ന് പറയുമ്പോൾ ഏസറിൻ്റെ ഈ ഒരു 24 ഇഞ്ചിൻ്റെ 75 ഹെർട്സ് റീഫ്രഷ് റേറ്റ് വരുന്ന 1 മില്ലി സെക്കൻഡാണ് ഇതിൻ്റെ റെസ്പോൺസ് റേറ്റ്. നല്ല പൊളപ്പൻ റെസ്പോൺസ് റേറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലടേ, നല്ല പെർഫോമൻസ് ഒക്കെ കിട്ടും. IPS പാനലാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ വ്യൂയിങ് ആംഗിളൊക്കെ കൊള്ളാം, പക്ഷേ VA പാനലും കുഴപ്പമൊന്നുമില്ല. ഒരു 24 ഇഞ്ചിൻ്റെ മോണിറ്റർ ഇത്രയും 10,000 രൂപയ്ക്കൊക്കെ താഴെ കിട്ടുന്ന നല്ലൊരു കാര്യമാണ്. ഇത് പക്ഷേ ഓഫ്ലൈൻ സ്റ്റോറിലൊന്നും കിട്ടില്ല, അവിടെയൊന്നും പോയി ചോദിക്കരുത്. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഓഫ്ലൈൻ സ്റ്റോറിലൊക്കെ എന്തിനാണ് അന്തോമാർ ഇപ്പോഴും കൂടുതൽ വിലയാണ്. ഞാൻ ആരും കുറ്റം പറഞ്ഞതൊന്നുമല്ല, എന്നാലും ഞാൻ ഇതുവരെ ഓഫ്ലൈൻ സ്റ്റോറിലൊക്കെ ചോദിച്ചിട്ടപ്പോൾ ഉള്ള മിക്ക ഷോപ്പിൽ ചോദിക്കുമ്പോഴും വില കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഓൺലൈനിലാണ് വില കുറവ് കേട്ടോ. കീബോർഡും മൗസും ഓഫ്ലൈനിൽ കുറച്ച് വില കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും ഓൺലൈനിൽ വില കുറവാണ്. ഈ ഓഫറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സമയത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ഇത് നോക്കി എടുക്കണം. റെഡ് ഗിയറിൻ്റെ ഒരു കോംബോ നിങ്ങൾക്ക് എടുക്കാമെന്നാണ് കീബോർഡ് മൗസിലും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് നോക്കി ഇൻ്റലാണോ AMD ആണോ കൊള്ളാവുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാം, നിങ്ങളിപ്പം ഗെയിമിങ്ങും സ്ട്രീമിങ്ങും ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ മേടിച്ച ഉടനെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് സ്ട്രീമൊക്കെ ചെയ്യണം, വലിയ കുഴപ്പമോ തിരക്കേടൊന്നും ഇല്ലാതെ ഒരു GTA 5 റോൾ പ്ലേ കളിച്ച് അങ്ങ് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻ്റൽ ബിൽഡ് ചെയ്യുക. അത്യാവശ്യം നിങ്ങൾക്ക് അതിനകത്ത് സ്ട്രീമും കാര്യങ്ങളൊക്കെ ചെയ്യാം. കാര്യം ഈ ഒരു ഗ്രാഫിക്സ് കാർഡൊക്കെ ഉപയോഗിക്കാം, 1050 Ti ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ RX 6400 എടുത്താലും നിങ്ങൾക്ക് സ്ട്രീമും കാര്യങ്ങളൊക്കെ ചെയ്യാം, കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ചെറിയ ഗെയിമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ, ചെറിയ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ. ഭാവിയിൽ നിങ്ങൾക്ക് വലിയ അപ്ഗ്രേഡ് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഒരു സ്ട്രീമിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ AMD ബിൽഡ് ചെയ്യുക. കാര്യം ഭാവിയിൽ ഇതിനകത്ത് നമുക്കൊരു RTX 3060 ഇടാം, 3060 Ti ഇടാം. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കിണ്ണം പെർഫോമൻസ് ആണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു AMD ബിൽഡ് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ അനുസരിച്ച് നിങ്ങൾ എടുക്കുക. അപ്പോൾ ഞാൻ എന്തെങ്കിലും പോവുകയാണ്. ടാറ്റ.